കാനഡയിൽ വാണിജ്യ വിമാനം തകർന്നു വീണു. മലയാളി യുവാവായ പൈലറ്റിന് ദാരുണാന്ത്യം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാനഡയിൽ വീണ്ടും വിമാനാപകടം. വാണിജ്യ വിമാനം തകർന്നു വീണ് മലയാളി യുവാവായ പൈലറ്റ് കൊല്ലപ്പെട്ടു. ഗൗതം സന്തോഷ് എന്നാണ് മരിച്ച യുവാവിന്റെ പേര്. ഇദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. യുവാവിന്റെ മരണം ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കോൺസുലേറ്റ് ജനറൽ മലയാളി യുവാവിന്റെ മരണം സ്ഥിരീകരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് ന്യൂ ഫൗണ്ട്ലാൻഡിലെ ഡീർ ലേക്കിന് സമീപമാണ് 8 പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ചെറു വാണിജ്യ സർവേ വിമാനം തകർന്നു വീണത്. ഇന്ത്യൻ കോൺസുലേറ്റ് എക്സിൽ പങ്കുവച്ച കുറിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എക്സ് ഹാൻഡിലും ടാഗ് ചെയ്തിട്ടുണ്ട്. അപകടം നടക്കുമ്പോൾ 2 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്നും ഇരുവരും മരിച്ചെന്നുമാണ് റിപ്പോർട്ട്. ബ്രിട്ടീഷ് കൊളംബിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിസിക് ജിയോ സ്പെഷ്യൽ ആൻഡ് ഏരിയൽ സർവേ കമ്പനിയുടേതായിരുന്നു വിമാനം. ഈ മാസം 10-ന് കാനഡയിൽ നടന്ന മറ്റൊരു വിമാന അപകടത്തിൽ ശ്രീഹരി സുകേഷ് എന്ന മലയാളി യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. കാനഡയിൽ നടന്ന പരിശീലനത്തിനിടെ ശ്രീഹരി പൈലറ്റായിരുന്ന വിമാനം മറ്റൊരു വിമാനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു.